ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ആളുകൾ ഇനി എൻ്റെ ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്ന വീഡിയോയും കോഴികളെ അടവയ്ക്കുന്ന വീഡിയോയും കണ്ടിട്ട് കുറേ ആളുകൾ ചോദിക്കുന്നത്, എനിക്ക് ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ വേണ്ട, അടവെച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ മതി. അപ്പോൾ എന്താണ് അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അടവെച്ച് വിരിയുന്ന കുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ അതായത് ജനുസിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. നാടൻ കോഴികളുടെ മുട്ടയ്ക്കൊക്കെ നാടൻ അതിൻ്റെ തനതായ ജനുസ് കിട്ടണമെങ്കിൽ അടവെച്ച് വിരിഞ്ഞാലേ കിട്ടുള്ളൂ, ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞാൽ കിട്ടില്ല എന്ന് കുറേ ആളുകൾ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സംശയം ഒരുപാട് ആളുകൾക്കുണ്ട്. അപ്പം ഈ കോഴി വളർത്തൽ ഗ്രൂപ്പുകളിൽ, ഫേസ്ബുക്ക് പേജുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഞാനിത് പലരും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ വേണ്ട, എനിക്ക് വട വെച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ തന്നെ വേണം എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, അടവെച്ച് വിരിയുന്നതായാലും ഇൻക്യുബേറ്ററിൽ വിരിയുന്നതായാലും അതിൻ്റെ പേരൻറ് സ്റ്റോക്കിൻ്റെ ജനുസ് ഏതാണോ അതേ ക്വാളിറ്റി തന്നെയാണ് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുക. അത് അടവെച്ചായാലും ശരി, ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞായാലും ശരി. ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞിറങ്ങുന്ന കുട്ടികൾ, നാടൻ കോഴിയുടെ കുട്ടികൾ അടയിരിക്കുന്ന സ്വഭാവം കാണിക്കുന്നില്ല എന്നാണ് ചില ആളുകളുടെ വിശ്വാസം. പക്ഷേ അത് തെറ്റാണ്. നമ്മൾ ഏത് ജനുസിൽപ്പെട്ട മുട്ടയാണോ ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നത്, അത് ഇൻക്യുബേറ്ററിൽ നിന്ന് വിരിഞ്ഞിറങ്ങുമ്പോൾ ഏതാണോ അതിൻ്റെ തലമുറ, നാടൻ 60-ാം കോഴിയാണെങ്കിൽ അതേ ജനുസ്, അല്ലെങ്കിൽ തൊപ്പിക്കോഴിയാണെങ്കിൽ അതേ ജനുസ്, ഇനിയിപ്പോൾ കരിങ്കോഴിയാണെങ്കിൽ അതേ ജനുസ്, ഇനിയിപ്പോൾ നാടനൊന്നുമല്ല മറ്റേ ഗ്രാമപ്രിയ പോലെയുള്ള കൊത്തുമുട്ടകളാണ് വയ്ക്കുന്നതെങ്കിൽ ആ ഗ്രാമപ്രിയയുടെ ജനുസ്, അതിപ്പോൾ നേരെ ഇൻക്യുബേറ്ററിൽ അടവെച്ച് വിരിയായാലും ഇതേ ജനുസ് തന്നെയാണ് കിട്ടുക. അല്ലാതെ അടവെച്ച് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളും ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതിൻ്റെ പേരന്റ് സ്റ്റോക്കിൻ്റെ ജനുസ് തന്നെയാണ് കിട്ടുക. ചില ആളുകളുടെ ധാരണ എന്താ വെച്ചാൽ, ഇൻക്യുബേറ്ററിൽ നാടൻ കോഴിയുടെ മുട്ട വെച്ച് വിരിഞ്ഞിറങ്ങി ആ കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ അടയിരിക്കില്ല എന്നാണ് പലരുടെയും ധാരണ. അത് തെറ്റാണ്. കാരണം നാടൻ പൂവനും നാടൻ പെടയും കൂടി ക്രോസ് ആയിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞാലും ശരി, അടവെച്ച് വിരിഞ്ഞാലും ശരി, ആ കുഞ്ഞുങ്ങൾക്ക് ആ നാടൻ കോഴിയുടെ ഗുണം തന്നെയാണ് ഉണ്ടാവുക. അതിൽ വ്യത്യാസമില്ല. ഇൻക്യുബേറ്ററിലായാലും നാടൻ കോഴിക്ക് അടവെച്ച് വിരിയായാലും കുഞ്ഞുങ്ങളുടെ ജനുസിൽ മാറ്റം ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഈ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് സംശയമുള്ള ആളുകൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.